ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ നെറ്റിൻ്റെ പരിമിതികൾ പലയിടത്തും അനുഭവിക്കാനിടയുണ്ട്. എങ്കിലും പ്രാർത്ഥനയോടെ നമ്മൾക്ക് ക്ലാസ്സിൽ ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പലർക്കും ആഗ്രഹിച്ചിട്ടും ഈ കാലാവസ്ഥയുടെയും മറ്റും തടസ്സങ്ങൾ കാരണം സാധിക്കാതെ ഇരിക്കുന്നുണ്ട്. അവർക്ക് തുടർന്ന് യൂട്യൂബിൽ പഠിക്കാനുള്ള സാവകാശം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ യൂട്യൂബില് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് 5ാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റിൽ വന്ന കുറേ പേരെന്നില്ല, പ്രത്യേകം വിശേഷിച്ചും 2 പേര്, മറ്റു പലരും വളരെ നല്ല കമൻ്റാണ് ഇട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് ഞാൻ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിലെ നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ചാണ്. അത് ഒരു പ്രതിപക്ഷ ബഹുമാനം കൂടാതെ ആത്മീകർക്ക് യോജിക്കാത്ത അനാത്മീക നിലവാരത്തിലുള്ള കമന്റ് ഇട്ടിരിക്കുന്നത് വായിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു ക്ലാസിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെ ഇത് സംബന്ധിച്ചുള്ള കമന്റുകൾ തുടക്കത്തിൽ തന്നെ 5ാമത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ, 1-ാം അധ്യായത്തിൽ കയറിയിട്ട് പോലുമില്ല. അപ്പൊ തന്നെ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് ഒരു മാന്യതയ്ക്ക്, പ്രത്യേകിച്ചും ആത്മീയ മാന്യതയ്ക്ക് യോജിച്ചതല്ല. ഇനിയും ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പർ തരാം, നേരിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം എത്താത്ത അവസ്ഥയിൽ തത്സംബന്ധമായി പറയുന്ന കമൻറ്റുകൾ തികച്ചും അനുയോജ്യമല്ല. അത് ആത്മീകർക്ക് യോജിച്ചതല്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ചാണ് അവിടെ ഈ ആളുകൾ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയത് ഒരു പക്ഷെങ്കിൽ മിക്കവാറും അത് യഹോവയുടെ സാക്ഷികൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ട 2 പേരായിരിക്കാനാണ് സാധ്യത. ഞാനിപ്പം തത്സംബന്ധമായിട്ട് എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. യഹോവയുടെ സാക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗം ഒരു ക്രിസ്തീയ വിഭാഗമല്ല. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ സാക്ഷികളെ കുറിച്ചല്ല. യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എൻ്റെ സാക്ഷികളാവുന്ന. അപ്പോൾ പുതിയ നിയമ വിശ്വാസികൾ അറിയപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന പേരിലാണ്. അപ്പോൾ അവരുടെ ആ പേര് തന്നെ പുതിയ നിയമ ഉപദേശ സത്യങ്ങളുടെ വെളിച്ചത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രണ്ടാമത്, ഞാൻ ഇവരെ സംബന്ധിച്ച് പിന്നീട് പറയാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ ഇവരെ യഹോവയുടെ സാക്ഷികളെന്നല്ല വിളിക്കാറുള്ളത്, പിശാചിന്റെ സാക്ഷികളെന്നാണ്. ചെകുത്താന്റെ സാക്ഷികളാണ്. അത് ഞാൻ ചുമ്മാതൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞതല്ല, അത് വേദപുസ്തകാടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. 2 കാര്യങ്ങൾ പറയാം. പിശാച് എന്തൊക്കെ പഠിപ്പിക്കുന്നു അതാണ് ഇവർ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ദൈവമല്ലെന്ന് പിശാച് പഠിപ്പിക്കുന്നു, ഇവരും പഠിപ്പിക്കുന്നു യേശുക്രിസ്തു ദൈവമല്ലെന്ന്. നരകമില്ല എന്ന് പിശാച് പറയുന്നു, ഇവരും പറയുന്നു നരകമില്ല.
മനുഷ്യൻ ആത്മാവില്ല എന്ന് പിശാച് പറയുന്നു, ഇവരും പറയുന്നു മനുഷ്യൻ ആത്മാവില്ല. മനസ്സിലായോ? ഇങ്ങനെ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വം മാത്രമല്ല, അത് മുഴുവൻ ദുരുപദേശത്തിന്റെ കൂടാണ്. അവർ രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, നിത്യജീവൻ എന്ന് മാത്രമേ ഉപയോഗിക്കൂ. കർത്താവായ യേശുക്രിസ്തു എന്ന പദം ഒരു ഉപയോഗിക്കുകയില്ല. ദൈവപുത്രൻ അല്ലെങ്കിൽ യേശു എന്ന് മാത്രമേ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇവർ പറയാറുള്ളൂ. പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു എന്നാണ്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാലിക്കാത്ത ഒരു വിഭാഗമാണ് ഇവര്. അതുകൊണ്ട് അവര് പറയുന്ന ആശയങ്ങൾക്ക് വേദാധാരമില്ല. ഇനി അവർക്ക് നമ്മളോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. പിന്നെ അവരെ ഒരു ക്ലാസ് എടുത്താലും ഞാനെന്ന് മാത്രമല്ല, നമ്മളെപ്പോലുള്ള ആരും അവിടെ ചെന്ന് അവർ പഠിപ്പിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ ഭാഷയിൽ ദൈവവചനത്തിലെ തെളിവുകൾ ഉൾപ്പെടെ ആയിരിക്കും അത് പറയുന്നത്. അസംബന്ധമെന്നും വിവരക്കേട് എന്നുള്ള പദവും ഒക്കെ ദൈവമക്കൾ പരസ്പരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് പോകാം. ഇപ്പം തന്നെ ഞാനിത് പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സിൽ സ്ഥിരമായി സംബന്ധിക്കുന്ന ചിലർക്കെങ്കിലും ഒരു വിഷമം കാണും. സാർ ഇത്രയും പറയണമായിരുന്നു, അച്ഛൻ ഇത്രയും പറയണമായിരുന്നു, ഇത്രയും സമയം നമ്മുടെ പോയില്ലേ എന്ന്. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ ഒടുവിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഓർമ്മ കാണുമല്ലോ. പുതിയ നിയമം പഠിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ഉപദേശ സത്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. കീ ഡോക്ട്രിൻസ് ഇൻ ജോൺ, യോഹന്നാന്റെ സുവിശേഷത്തിലെ താക്കോൽ ഉപദേശങ്ങളാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. ഞാൻ അത് ആവർത്തിക്കുന്നില്ല, സമയലാഭത്തിന് വേണ്ടിയാണ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ അതിൻ്റെ ആവിഷ്കാര ശൈലി, സ്റ്റൈൽ ഓഫ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ശൈലി, അതിലുപയോഗിച്ചിരിക്കുന്ന ശൈലി മത്തായിയും മർക്കോസും ലൂക്കോസും ഉപയോഗിച്ചിരിക്കുന്ന രീതിയിലല്ല. ഒരു കാര്യം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. ശ്രദ്ധിച്ചോ, ഈ സുവിശേഷം, എൻ്റെ കയ്യിലൊരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്, വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സ് എന്ന ഒരു സീരീസ് ഓഫ് സ്റ്റഡിയാണ്. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഈ സുവിശേഷം ദൈവദാസൻ്റെ, ഹെഡിങ് എന്ന് പേരുള്ള ഒരു ദൈവദാസനാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് 1-ാം അധ്യായം മുതൽ ഈ സുവിശേഷത്തിലെ സംഭാഷണ ശൈലി, കോൺവെർസേഷണൽ സ്റ്റൈൽ, ഒരു സംഭാഷണ ശൈലിയിലാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, യോഹന്നാൻ ജനങ്ങളോട് പറയുന്നത്, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത്, യേശുക്രിസ്തു നിക്കോദെമോസിനോട് സംഭാഷിക്കുന്നത്, യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് സംഭാഷിക്കുന്നത്, പിന്നീട് കർത്താവായ യേശുക്രിസ്തു പക്ഷവാത രോഗിയോട് സംസാരിക്കുന്നത്, അവർ യേശുവിനോട് 8-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ യഹൂദന്മാരും യേശുവും പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഒരു കോൺവെർസേഷണൽ സ്റ്റൈൽ, സംഭാഷണ ശൈലിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പഠനത്തിൽ, ഉള്ളിൽ കയറിയുള്ള പഠനത്തിൽ നമ്മൾക്കത് കൂടുതൽ വ്യക്തമാണ്. 15-ാം അധ്യായവും 17-ാം അധ്യായവും
ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. 15-17 അധ്യായങ്ങൾ ഈ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സുവിശേഷം പഠിച്ചാൽ വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 6 വ്യത്യസ്ത വിഭാഗങ്ങൾ, അക്കാലത്ത് നിലവിലിരുന്ന 6 വ്യത്യസ്ത വിഭാഗങ്ങൾ. ഞാൻ വളരെ പെട്ടെന്ന് ഓരോരോ വിഭാഗങ്ങളെക്കുറിച്ചും വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറഞ്ഞു പോകാം. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. 1, പരീശന്മാരാണ്. ഈ സുവിശേഷം ആദ്യോടന്തം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് പരീശന്മാർ എന്ന വിഭാഗം. ഇവര് മതപരമായി ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ വിവിധ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ മതപരമായ ഗ്രൂപ്പുണ്ട്, രാഷ്ട്രീയമായ ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ദേശീയമായ വിഭാഗമുണ്ട്. ഈ 3 വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അതിൽ ഈ പരീശന്മാരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലെ മതപരമായ ഒരു സംഘടനയാണ്. മോശയുടെ ന്യായപ്രമാണം വളരെ കൃത്യമായി അക്ഷരം വിടാതെ ഗ്രഹിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പരീശന്മാർ എന്ന് പറയുന്ന ഈ കൂട്ടം. ഇവർക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണ ബന്ധിതമായ കാര്യങ്ങളായിരുന്നു ഇവർ കൂടുതൽ പഠിക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇനിയും മറ്റൊരു പ്രധാന കാര്യം, ന്യായപ്രമാണത്തെ സ്നേഹിച്ചിരുന്ന ഇവർക്ക് റോമാക്കാരെ ഏറ്റവും അധികം വെറുപ്പായിരുന്നു. റോമൻ ജനതയെ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ പരീശന്മാർ എന്ന് പറയുന്നത്. റോമൻ ഭരണത്തെ അവർ വെറുത്തിരുന്നു. നമ്മുടെ പഠനത്തോട് ബന്ധപ്പെടുത്തി ഇവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുറകേ നടന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു ഇവരുടെ പരിപാടി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പരീശന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, പുതിയ നിയമാടിസ്ഥാനത്തിൽ പഠിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടി കർത്താവ് എന്ത് പറഞ്ഞാലും പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം, എന്തെങ്കിലും അത്ഭുതം ചെയ്താൽ പ്രശ്നം, ഇതെല്ലാം വിവാദമാക്കി ഏറ്റവും ഒടുവിൽ ന്യായപ്രമാണത്തിൻ്റെ ചാട്ടവാറടിയേറ്റ് അവർ കർത്താവിനോട് പരാജയപ്പെട്ടു പോകുന്നതാണ് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണാം. വിശേഷ്യ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടർ സദൂക്യരാണ്. 1 പരീശൻ, രണ്ടാമത്തെ സദൂക്യരാണ്. ഇവരെ സംബന്ധിച്ച് അധികം ആരും അങ്ങനെ പറയാറുണ്ടെങ്കിലും പരീശന്മാരെ പോലെ ഇവരെ കുറിച്ച് അധികം പഠിക്കാറില്ല, പറയാറില്ല. എന്നാൽ പരീശന്മാരും നമ്മുടെ കർത്താവായ സാദൂക്യരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് തർക്കിക്കുകയും യേശുക്രിസ്തുവുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവർ. ഇവരെ കുറിച്ചൊരു ദൈവദാസൻ ഇവരുടെ പേര് സദൂക്യർ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇവരെ ഉപയോഗിക്കുന്നത് സദുസീസ് എന്നാണ്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പലരും പല വിധത്തിലാണ്. എന്നാൽ അത് ആ പേരെടുത്തിട്ട് ഒരു വേദവ്യാഖ്യാതാവ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സാഡ് ടു സീ യു
എന്ന്. സാഡ് ടു സീ യു, നിങ്ങളെ കാണുന്നതിൽ വളരെ ദുഃഖമുണ്ട് എന്നുള്ള അർത്ഥം വരുന്ന സാഡ് SAD സാഡ് ടു സീ യു എന്ന വാക്കിൽ ഇവരെ നിർവചിച്ചിട്ടുണ്ട്. ഇവര് പരീശന്മാരെ എതിർത്തിരുന്ന ഒരു ഗ്രൂപ്പാണ്. പരീശന്മാർ വിശ്വസിച്ചിരുന്ന പലതിനും ഇവർ എതിരായി. അതിൽ പ്രധാനമായിട്ടുള്ള സദൂക്യരുടെ ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരുപദേശം, ഏതാണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നത്. ഈ സദൂക്യർ എന്ത് പഠിപ്പിക്കുന്നു? ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുനരുത്ഥാനമില്ല എന്നത്. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല. 2, ആത്മാവില്ല. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ രാഷ്ട്രീയമായ എതിർപ്പൊക്കെ ഉണ്ടായപ്പോൾ, സദൂക്യപക്ഷത്തുള്ളവർ പൗലോസിനെതിരായപ്പോൾ പരീശന്മാരെ ചേർത്ത് നിർത്താൻ വേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച കാര്യം നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ കാണാം. നമുക്ക് അത് പിന്നാലെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. ഇവര് ഭൗതികവാദികളായി, മെറ്റീരിയലിസ്റ്റിക്സ് ആയിരുന്നു. മറ്റൊരു പരീശന്മാരെന്ന് പറയുന്നത് റിലീജിയനോട് ബന്ധപ്പെട്ടവരാണ്. അവര് മതത്തിൽ അടിയുറച്ചു നിന്നവരാണ്. എന്നാൽ ഇവര് ഭൗതികവാദികളായിരുന്നു, ഈ സദൂക്യർ. മറ്റൊരു കൂട്ടര് നമ്മൾ വായിച്ചാല് മനസ്സിലാവും. അത് ശാസ്ത്രികളും പ്രമാണികളും എന്നറിയപ്പെടുന്നു. ഈ ശാസ്ത്രികൾ എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ നോക്കിയാൽ അതിന്റെ വ്യത്യാസം അറിയാം. സ്ക്രൈബ്സ് എന്നാണ് ഇവരെ അറിയപ്പെട്ടത്. SCRIBS. സ്ക്രൈബ്സ് എന്ന് പറയുന്നത് ഈ ശാസ്ത്രികളാണ്. ശാസ്ത്രികൾ, ഇവരെ ലോയേഴ്സ്, മലയാളത്തിൽ പ്രമാണികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ലോയേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പ്രമാണികൾ അഥവാ സ്ക്രൈബ്സ്, ശാസ്ത്രികൾ, ഇവര് വലിയ പണ്ഡിതന്മാരായിരുന്നു. ന്യായപ്രമാണത്തിന്റെ സംരക്ഷണ ചുമതല അവരാണ് ഏറ്റെടുത്തിരുന്നത്. ന്യായപ്രമാണം സംരക്ഷിക്കുക എന്നുള്ളതും അത് പഠിപ്പിക്കുക എന്നതിലും ഏറ്റവും ജാഗ്രത പാലിച്ച ഒരു വിഭാഗമായിരുന്നു ഈ സ്ക്രൈബ്സ് അഥവാ ശാസ്ത്രികളും പ്രമാണികളും. അത് മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾക്ക് കാണാം. ഒരു ശാസ്ത്രി എഴുന്നേറ്റ് കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ ശാസ്ത്രി എന്ന് പറയുന്നത് ഈ സ്ക്രൈബ്സിൽപ്പെട്ട ആളുകളാണ്. 4ാമത്തെ വിഭാഗം. അപ്പോൾ 3 വിഭാഗം നമ്മൾ പറഞ്ഞു. 1 പരീശന്മാര്, 2 സാദുക്യര്, 3 സ്ക്രൈബ്സ് അഥവാ ശാസ്ത്രികൾ, പ്രമാണികൾ. 4ാമത്തത് ഈ സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലുമുണ്ട്, സെൻഹെദ്രീൻ സംഘം. വേറൊരു വിഭാഗമാണ്. ഇത് യഹൂദന്മാരുടെ മതകോടതിയായി. സെൻഹെദ്രീൻ സംഘം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മത കോടതിയാണ്. മതപരമായ ഏത് വിഷയങ്ങൾ ഉണ്ടായാലും, അഥവാ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള ഏത് വിഷയം ഉണ്ടായാലും ഈ കോടതിയാണ് അത് ചർച്ച ചെയ്യുന്നത്, വിചാരണ ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് ഇവരാണ്, ഈ സെൻഹെദ്രീൻ സംഘമാണ്. മഹാപുരോഹിതൻ അധ്യക്ഷനായുള്ള, മഹാപുരോഹിതനെ കൂടാതെ 70 പേരുൾപ്പെടുന്നതാണ്
ഈ മതകോടതി എന്ന് പറയാം, ഈ സെൻഹദ്രീം. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അക്കാലത്തെ മഹാപുരോഹിതനായിരിക്കും. ആ മഹാപുരോഹിതൻ അധ്യക്ഷനാണ്. എന്നാൽ ബാക്കി 70 പേരാണ് ആ സംഘത്തിൽ ഉള്ളത്. ആ സംഘത്തിലുള്ളത് 70 പേരാണ്. ഇവരാണ് ഈ മതപരമായ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ ഇവർക്ക് ഒരാളെ വിസ്തരിച്ചിട്ട് മരണത്തിന്, വധശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമില്ലായിരുന്നു. മതപരമായ കാര്യത്തിൽ ഇവർക്ക് തീരുമാനമെടുക്കാം, പക്ഷേ വധിക്കാനുള്ള അവകാശം ഇവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിനെ ഇവർ അഭയം ചൊല്ലിയത്. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വധശിക്ഷയ്ക്ക് അവർക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ് അവർ പീലാത്തോസിന്റെ കോടതിയിലേക്ക് യേശുവിന്റെ കേസ് അവർ സമർപ്പിക്കുവാൻ കാരണമായി തീർന്നത്. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊരു മത കോടതിയായി. ഇനിയും ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ സെൻഹദ്രീം സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ രാത്രിയിൽ സന്ദർശിച്ച നിക്കോദെമോസ്. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ രാത്രിയിൽ സന്ദർശിച്ച നിക്കോദെമോസ് ഈ സെൻഹദ്രീം സംഘത്തിലെ അംഗമാണ്. തെളിവെന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാനുള്ള തീരുമാനമെടുക്കുന്ന ആ മതകോടതിയിൽ, ആ സന്ദർഭത്തിൽ നിക്കോദെമോസ് ആണ് പറഞ്ഞത്, ഒരുവനെ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവന്റെ മൊഴി സ്വീകരിക്കണം, അവനെ വിളിച്ചു വരുത്തി അവന്റെ വാക്ക്, അവന്റെ പക്ഷം കേൾക്കണം എന്ന് നമ്മുടെ ന്യായപ്രമാണം പറയുന്നു എന്ന് ആ മതകോടതിയിൽ ഒരു വിപരീത ശബ്ദമുയർന്നത് നിക്കോദെമോസിന്റെ മാത്രമാണ്. നിക്കോദെമോസിന് യേശുവിനെ കുരിശിക്കുവാൻ ഏൽപ്പിച്ചതിൽ സമ്മതമില്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ മതകോടതിയായിരുന്നു ഇത്. ഇനിയും ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പരീശന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ ഓർക്കണം, ഈ നിക്കോദെമോസ് പരീശനായിരുന്നു എന്ന് മാത്രമല്ല, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാൽ അറിയാം. എന്താ? പരീശന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു. ഇസ്രായേലിലെ അക്കാലഘട്ടത്തിലെ അവരുടെ യഹൂദന്മാരുടെ ഇടയിൽ വളരെയേറെ സമ്മതനായ ഒരു ഉപദേഷ്ടാവായിരുന്നു. അവിടെ കർത്താവ് അവനോട് പറയുന്ന വാചകം എന്താ? നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇദ്ദേഹം മാത്രമല്ല, ഈ നിക്കോദെമോസ് മാത്രമല്ല, നിക്കോദേമാസ് ആണ്. നിക്കോദേമാസ് ആണ്. ഈ നിക്കോദേമാസ് മാത്രമല്ല, പൗലോസും ഒരു പരീശനായിരുന്നു. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിൽ തൻ്റെ മതപരമായ യോഗ്യതകൾ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, താൻ പരിച്ഛേദനയേറ്റവനാണെന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായിരുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 5-ാമത്തെ ഗ്രൂപ്പ് ഹെരോദ്യരാണ്. ഹെരോദ്യൻസ്.
ഹെരോദാക്കന്മാരെ ഈ ഹെരോദ രാജാവ് എന്ന് പറയുന്നെങ്കിലും അവരെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവര് ഗവർണേഴ്സാണ്. അതോർത്തിരിക്കണം. ഹെരോദ രാജാവ് എന്ന് പറയുമ്പോൾ കൈസറെ പോലെ അധികാരമുള്ള ഒരു രാജാവായിട്ട് കാണരുത്. മറിച്ച് കൈസറുടെ കീഴിലുള്ള ഒരു ഗവർണറായിരുന്നു. പീലാത്തോസിനെ പോലെ ഒരു ഗവർണറായിരുന്നു ഈ ഹെരോദാക്കന്മാർ. അതുകൊണ്ടാണ് ഞാൻ ഹെരോദാക്കന്മാർ എന്ന് പറഞ്ഞത്. പല ഹെരോദ ഗവർണേഴ്സിനെ കുറിച്ച് തിരുവഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ യേശു ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഹെരോദാവാണ്. ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശം, ആ പ്രദേശങ്ങളിൽ യേശു ചെന്നപ്പോൾ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഫിലിപ്പ് എന്നു പേരുള്ള ഹെരോദാവ് ഉണ്ടായിരുന്നതായിട്ട് ചരിത്രരേഖയിൽ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ പല ഹെരോദ രാജാക്കന്മാരല്ല ഗവർണർമാരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിൽ. റോമൻ ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ ഹെരോദ ഭരണകർത്താക്കളുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവരെയും അറിയപ്പെട്ടിരുന്നത് ഹെരോദ്യൻസ് എന്നാണ്, ഹെരോദ്യർ എന്നാണ്. ഹെരോദാവിന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്നു. ഇനി ഈ ഹെരോദ ഗവർണേഴ്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ചും മനസ്സിലാക്കണം. അവർക്ക് യഹൂദന്മാരോടല്ലായിരുന്നു കൂടുതൽ താല്പര്യം. അവർക്ക് താല്പര്യം റോമൻ കൈസറോടാണ്. റോമൻ കൈസറോട് വിധേയത്വം പുലർത്തിയിരുന്നവരായിരുന്നു ഈ ഹെരോദ ഗവർണേഴ്സും അതുപോലെ തന്നെ ഹെരോദ്യരും. ഈ റോമാക്കാരുമായിട്ട് ഏറ്റുമുട്ടലിന് ഇവര് തയ്യാറല്ലായിരുന്നു. അവര് ഒരേറ്റുമുട്ടലിനും പോയിട്ടില്ല. ഇനി ആറാമത്തെ വിഭാഗം ഈ സുവിശേഷത്തിലും നമ്മൾ കാണും. ആറാമത്തെ വിഭാഗം ശമര്യരാണ്, സെമരിറ്റൻസ്. 4-ാം അധ്യായത്തിൽ അത് കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇവരുടെ ചരിത്രം കാണാനായിട്ട് സാധിക്കും. ഇവര് എങ്ങനെയാണ് ഈ വിഭാഗം ഉണ്ടായത്? ഇത് പാതി യഹൂദന്മാരും പകുതി അസിറിയൻസുമാണ്. അസിറിയൻസിന്റെയും യഹൂദന്മാരുടെയും ഒരു സങ്കര വിഭാഗമാണ് ശമര്യർ എന്ന് പറയുന്നത്. ഗലീലയ്ക്കും യഹൂദ്യയ്ക്കും ഇടയ്ക്കുള്ള ഭൂപ്രദേശത്ത് പാർത്തിരുന്നവരാണ് ഈ ശമര്യർ എന്ന് പറയുന്നത്. നമുക്ക് 4-ാം അധ്യായം പഠിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ പറയാം. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടവുമായിട്ട് ഏകദേശം യോജിപ്പുണ്ട്. ഇസ്രായേലിൻ്റെ മാപ്പെടുത്ത് നോക്കിയാൽ വടക്കേ അറ്റം ഗലീലയാണ്, തെക്കേ അറ്റം യഹൂദ്യയാണ്. വടക്ക്, അതാണ് വടക്കേ രാജ്യം എന്നറിയുന്നത്. തെക്കേ അറ്റം യഹൂദ്യയാണ്, അതിന് തെക്കേ രാജ്യം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ നടുവിലുള്ള ഭൂവിഭാഗമായിരുന്നു ശമര്യൻ. ഈ ജനവർഗം കുടിയേറി പാർത്തത്, അല്ലെങ്കിൽ ഇവരെ പാർപ്പിച്ചിരുന്നത് ഇവിടെയാണ്. യഹൂദന്മാരെ അസിറിയയിലേക്ക്, ഒരു വാചകത്തിൽ പറയാം, യഹൂദന്മാരെ അസിറിയയിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു വർഗമാണ് ഈ
ശമര്യർ എന്ന് പറയാം. ഇപ്രകാരം യഹൂദന്മാരുടെ ഇടയിൽ, അപ്പോൾ 6 കൂട്ടരെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ രാഷ്ട്രീയമായും മതപരമായും സാമൂഹ്യമായും ദേശീയമായും പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പേരെടുത്ത് പറയുവാൻ കഴിയുന്ന ഈ 6 വിഭാഗങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈ സുവിശേഷത്തിൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കാം. ഞാൻ വിശദമായ പഠനം നടത്താൻ വേണ്ടിയുള്ള ഒരു നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം കൂടെ പറയാൻ പോയാൽ ഈ മുഖവുര തന്നെ ഒരു അനന്തമായ ക്ലാസ്സായിട്ട് മാറും. അതിൽ പ്രധാനമായിട്ട് ഞാൻ ടൈറ്റിൽ പറഞ്ഞു പോകാം. ഒന്ന്, ഈ സുവിശേഷത്തിന് പഴയ നിയമമായിട്ടുള്ള ബന്ധമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് പഴയ നിയമവുമായിട്ടുള്ള ബന്ധം. ഒരു വാചകത്തിൽ ഞാൻ പറയാം, പഴയ നിയമം വളരെ കൃത്യമായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് യോഹന്നാന്റെ സുവിശേഷം സുഗ്രാഹ്യമാകുവാൻ ബുദ്ധിമുട്ടാണ്. ഇനി അത് തിരിച്ചു പറയുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും പഴയ നിയമം പരിഗണിച്ചേ മതിയാകുക. അപ്പോൾ പഴയ നിയമത്തിലെ 39 തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഈ സുവിശേഷത്തിന്റെ ആദിയോടന്തം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും, ഞാൻ അതിൻ്റെ ദീർഘമായൊരു പഠനമുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്താ, യോഹന്നാന്റെ സുവിശേഷത്തിന് പഴയ നിയമവുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഇനി 2, പഴയ നിയമത്തോട് ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു കാര്യം, കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് പഴയ നിയമത്തിൽ നിന്നുള്ള 14 ഉദ്ധരണികൾ ഈ സുവിശേഷത്തിലുണ്ട്. മനസ്സിലായോ? എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? 14 ഉദ്ധരണികൾ, കൊട്ടേഷൻസ്. അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, എല്ലാവർക്കും അത് മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. യോഹന്നാൻ 1:23 ഒന്ന് വായിച്ച് സഹായിക്കാമോ ആരെങ്കിലും? പെട്ടെന്ന്. യോഹന്നാൻ 1:23. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ഇതെവിടെ പറഞ്ഞിരിക്കുന്നതാ? കണ്ടോ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം കേൾക്കണേ, 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയേ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിൽ ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. ഇതാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് യോഹന്നാൻ 1:23 ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത്തരം പഴയ നിയമത്തിലെ കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 14 ഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? പഴയ നിയമവുമായിട്ടുള്ള ഈ സുവിശേഷത്തിന്റെ ബന്ധം, ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധരണികൾ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയും മറ്റൊരു കാര്യം, പഴയ നിയമത്തിലെ പ്രസ്താവനകൾ,
എല്യൂഷൻസ്, പഴയ നിയമത്തിലെ പ്രസ്താവനകൾ ഈ സുവിശേഷത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. നോക്കണം, ഒരു ഉദാഹരണം ഒന്ന് നോക്കിയേ. 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം നോക്കിയേ. കർത്താവ് നഥനയേലിനോട് പറയുന്ന ഒരു വചനമാണ്. 51-ാം വാക്യം, ഇതിൽ വലിയത് നിങ്ങൾ കാണും. അല്ലേ? അങ്ങനല്ലേ? ഇതിൽ വലിയത് നിങ്ങൾ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, യാക്കോബ് കണ്ട ദർശനം. ദൂതന്മാർ എന്ത് ചെയ്യുന്നു? സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു കോവേണി, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും അല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. കയറുകയും ഇറങ്ങുക. നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ പറയാനും വായിക്കാനും പഠിക്കണം. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് കാണുകയുണ്ടായി. നമുക്ക് ഇങ്ങനെ എത്ര എണ്ണമെന്നറിയാമോ? 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, യോഹന്നാൻ 3:14, അവിടെ ഉണ്ട് എന്താ? മോശ മരുഭൂമിയിൽ എന്ത് ചെയ്തു? സർപ്പത്തെ ഉയർത്തി. അല്ലേ? ഇത് പഴയ നിയമത്തിലെ ഒരു പ്രസ്താവനയാണ്, പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. അല്ലേ? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, സംഖ്യ 21:8. അതെവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്? അത് കർത്താവായ യേശുക്രിസ്തു ഉദ്ധരിക്കുക. ഇത് നോക്കുക, 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ആരാധനയുടെ സ്ഥലം പറയുന്നുണ്ട്. ശമരിയ സ്ത്രീ, ശമരിയക്കാരി, അവളെ നമ്മൾ അന്ന് അവഗണിക്കുമെങ്കിലും അവക്ക് വേറെ പുസ്തകമൊക്കെ അറിയാമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് നമസ്കരിച്ചത്. പിന്നെ നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നും പറഞ്ഞു. ഇത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു വചനമാണ്. ആരാധിക്കേണ്ടവർ എവിടെ ആരാധിക്കേണ്ടത്? ശമരിയക്കാരി താമസിച്ചിരുന്ന സ്ഥലത്തെ ആ മലയുടെ പേരെന്താണെന്നറിയാമോ? ഗെരിശീം മലയാണ്. ഗെരിശീം മലയാണ് അവര് താമസിച്ചിരുന്നത്, ആ സ്ഥലത്തെ മല. പക്ഷെ ഇവർക്കറിയാമായിരുന്ന ഒരു കാര്യം എന്താ? ആ മലയിലല്ല ആരാധിക്കേണ്ടത്. പിന്നെ എവിടാ? യെരൂശലേമിലാണ് ആരാധിക്കേണ്ടത് എന്ന മക്കൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചോണേ. ഇതൊന്നും ചുമ്മാതെ അങ്ങ് വായി വന്നത് പറഞ്ഞതല്ല കേട്ടോ. അവള് വചനമാ പറഞ്ഞത്. എന്താണെന്നറിയാമോ? ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ആരാധനയുടെ സ്ഥലം ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ നാമം സ്ഥാപിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം ഏതാ? യെരൂശലേം. അപ്പോൾ അക്കാലത്ത് ആരാധിച്ചിരുന്നവർ എവിടെ ആരാധിക്കണം? അതാ അവള് പറഞ്ഞത്, ശമരിയക്കാരി പറഞ്ഞത്. ഞങ്ങളുടെ ആരാധന തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറയുന്നത് എവിടെ ആരാധിക്കണമെന്നാണ്? ആവർത്തന പുസ്തകം എത്രയാ? 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ ഞാനെല്ലാം പറയണോ? ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇത് ഓരോന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ എന്താ അത് സാറ് അത് പൂർണ്ണമായിട്ട് പറയാഞ്ഞത് എന്ന് വരും. ഇനി പറഞ്ഞ് സമയം പോയാലോ സമയം കൂടുതലായി എന്നുള്ള ചിന്ത വരും. അല്ലേ? ഇനിയും ശബത്ത് നാളിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമക്കരുത്. കർത്താവ് പറഞ്ഞില്ലേ? എന്താ?
കിടക്ക എടുത്തു പോകാൻ പറഞ്ഞില്ലേ? അത് പരീക്ഷന്മാര് പിടിച്ചു. ഇതെന്നാ പറഞ്ഞേ? ശബത്തിലാ പറഞ്ഞത്. ഷടാ, ന്യായപ്രമാണത്തിൽ പറയുന്നു ചുമടെടുക്കരുതെന്ന്. ന്യായപ്രമാണ പ്രകാരം ഈ ഭൂമിയിൽ വന്നു എന്ന് അവകാശപ്പെടുന്ന മിശിഹയാണെന്ന് പറയുന്ന യേശു പറയുന്നു ചുമടെടുത്തോളാൻ. നോക്കണം, അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ശബത്തിൽ ചുമടെടുക്കാൻ പാടില്ല. ഇരമ്യ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 21, 27 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശബത്ത് നാളിൽ ചുമടെടുക്കാൻ പാടില്ല. ഇങ്ങേയറ്റം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂക്ഷിച്ചുകൊള്ളുവീൻ, ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത്. യാതൊരു ചുമടും ചുമക്കാൻ പാടില്ല. ഇതൊക്കെ അറിയാവുന്ന പറയുന്ന യേശു. അതാണ് പരീക്ഷമാണ് പ്രശ്നം. എന്താ പറഞ്ഞേ? ചുമന്നോളാൻ പറഞ്ഞു. നിന്റെ കിടക്ക എടുത്തോണ്ട് നീ കിടക്ക ചുമന്നുകൊണ്ട് പൊക്കോളാൻ പറയും. അപ്പോ ഇത് പഴയ നിയമത്തിലെ പ്രസ്താവനയാണ്. ഇങ്ങനെ നോക്കിക്കോ, മരുഭൂമിയിൽ മന്ന തിന്ന കാര്യം 6-ാം അധ്യായത്തിൽ. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. പുസ്തകം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ്. 16-15. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു എന്നുള്ള കാര്യം. അതെന്ത് ചെയ്യാണ്? യേശു ക്രിസ്തു 6:49 കർത്താവ് ഉദ്ധരിക്കുകയാണ്. ഇനി നോക്കുക, മോശ നൽകിയ പരിച്ഛേദനയുടെ പ്രമാണം 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഒന്ന് നോക്കാം. 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ മോശ നിങ്ങൾക്ക് എന്ത് നിയമിച്ചു? പരിച്ഛേദന നിയമിച്ചു. ഇതെവിടെ എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ലേവ്യ 12:3 മോശ പരിച്ഛേദനയുടെ നിയമം നൽകിയത് അവിടെയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ജീവജലത്തിന്റെ നദി ബേത്ലഹേമിലെ ക്രിസ്തു വരും എന്നുള്ള കാര്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊല്ലാൻ കൊണ്ടുവന്നപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമം എന്താണ് എന്ന് കർത്താവ് വ്യക്തമാക്കിയത്. ഇസ്രായേലിന്റെ രാജാവ് ആഗമനം 12-ാം അധ്യായത്തിൽ തന്നെ ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്നുള്ള പഴയ നിയമത്തിലെ കാര്യം. ഇനിയും 17-ാം അധ്യായത്തില് ആ നാശയോഗ്യൻ മാത്രമേ ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളത് 109-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യമാണ്. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ മാത്രം 17-12 അത് എവിടുത്തെ കാര്യമാണ്? 109-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യമാണ്. ഇനിയും ഏറ്റവും ഒടുവിൽ ഒരു ഭാഗം കൂടെ പറയാം. അത് മാത്രമല്ല, വേറെ ചിലതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുങ്ങിയ കാര്യങ്ങളായി പറയുന്നു. ക്രൂശിലെ കർത്താവിന്റെ ദാഹം, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള കർത്താവിന്റെ പ്രസ്താവന 69-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യം. എനിക്ക് കുടിക്കുവാൻ അവർ ചുറുക്ക തന്നു എന്നുള്ള ആ ഭാഗം. അപ്പൊ ഇനി നമുക്ക് ഈ സുവിശേഷത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനുള്ള പഠനമാണ് നമ്മൾ ഇനിയും നിർവഹിക്കാൻ പോകുന്നത്. കേട്ടല്ലോ?
ഈ സുവിശേഷത്തെക്കുറിച്ച്, യോഹന്നാന്റെ ഈ സുവിശേഷത്തെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 10 വിധത്തിൽ നമ്മൾക്ക് ഈ സുവിശേഷത്തെ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തെ ഗോസ്പൽ ഓഫ് ഗോഡ്, ജോൺ, യോഹന്നാന്റെ സുവിശേഷം, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, ചില പ്രധാന ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞപ്പോൾ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നതും എൻ്റെ അഭിപ്രായത്തിലും പറയാം, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് സിംപ്ലിസിറ്റി. വളരെ ലളിതമായൊരു സുവിശേഷം കേട്ടോ. ആദ്യത്തെ ആ ഭാഗമൊക്കെ ഇത്ര കട്ടിയായിട്ട് തോന്നും. പക്ഷെ ഈ സുവിശേഷത്തിൻ്റെ ആ സംഭാഷണ ശൈലിയില് നമ്മൾ ലയിച്ച് ഈ സുവിശേഷം പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊരു സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു സുവിശേഷം. ഏതൊരാളോടും ആദ്യം നമ്മൾക്ക് സുവിശേഷം പറയുമ്പോൾ ആദ്യം നമ്മൾ ആ വ്യക്തിയോട് പറയാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഈ സുവിശേഷത്തിലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരെ രക്ഷയിലേക്ക് ആനയിച്ച സുവിശേഷം. എനിക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അറിയാം, ഉദാഹരണങ്ങൾ, അനേക സംഭവങ്ങൾ അറിയാം. ഇപ്പം ഞാൻ അത് പറയുന്നില്ല. ഇനി രണ്ടാമത് ഈ സുവിശേഷം, ഒന്ന് സിംപ്ലിസിറ്റി, രണ്ട് ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് റെവലേഷൻ. ഇത് വെളിപാടിൻ്റെ സുവിശേഷം. എന്താണ് ആ വെളിപാട്? വചനം നിത്യതയിലായിരുന്നു, ആ വചനം വെളിപ്പെട്ട വചനം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് വെളിപാടിൻ്റെ സുവിശേഷം എന്ന് പറയാൻ. ആ വെളിപ്പെട്ട കർത്താവ് എന്ത് ചെയ്യുകയാണ്? ജനത്തോട് സംസാരിക്കുകയാണ്. താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, താൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പിതാവായ ദൈവത്തെ മാത്രമല്ല, എന്നേക്ക് സഭയോടുകൂടെ ഇരുന്ന് സഭയെ നടത്തുവാനായുള്ള പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്നുള്ള വെളിപാട് തൻ്റെ ശിഷ്യന്മാർക്ക്, അപ്പസ്തലന്മാർക്ക് നൽകിയത് കർത്താവായ യേശു. അപ്പോൾ ഇത് വെളിപാടിൻ്റെ സുവിശേഷമാണ്. അത് ഇൻട്രൊഡക്ഷൻ മുതൽ, മുഖവുര മുതൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന സത്യമാണ്, പാഠമാണ്. മൂന്നാമത്, ഗോസ്പൽ, ജോൺസ് ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് മെശിഹ. ഇത് മെശിഹായുടെ സങ്കീർത്തനമാണ്. ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് മെശിഹ. ഇത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, വളരെ കൃത്യമാണ്. യഹൂദജനം കാത്തിരുന്ന മിശിഹായാണ് യേശു ക്രിസ്തു. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പിതാവായ ദൈവം അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ക്രിസ്തു അഥവാ മിശിഹ. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് നാമമാണ്, ക്രിസ്റ്റോസ്. മിശിഹ എന്നുള്ളത് എബ്രായ സംജ്ഞയാണ്, എബ്രായ വാക്ക്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവം അഭിഷേകം ചെയ്ത് വാഗ്ദത്തം ചെയ്ത മിശിഹായാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാൻ 1-ാം അധ്യായം മുതൽ അങ്ങ് തുടരുകയാണ്. ഈ കാര്യം അങ്ങനെ അങ്ങ് തുടരുകയാണ്. കർത്താവ് ശബത്തിൽ ചെയ്ത പ്രവൃത്തികൾ,
കർത്താവ് നൽകി, കർത്താവ് ചെയ്ത അടയാളങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതിലെല്ലാം മുഴച്ചു നിന്നത് എന്താ? താൻ മിശിയാണെന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. 1-ാം അധ്യായത്തിൽ നോക്കിയേ. 1-ാം അധ്യായത്തില് യേശു ക്രിസ്തു മിശിഹായാണ് എന്നുള്ളതിന് ഉള്ള തെളിവ് കാണാം. യേശുവിനോടുകൂടെ പാർത്തതിന് ശേഷം 40-ാം വാക്യം, 40-41 വചനം. യേശു ക്രിസ്തുവിനോടുകൂടെ ഒരു ദിവസം പാർത്തതിന് ശേഷം അന്ത്രയാസ് പറഞ്ഞ എന്താ? ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മിശിഹയാണ് 1-ാം അധ്യായത്തിൽ തുടരുകയാണ്. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമരിയ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയാമോ? അവള് പറയുന്നത് മിശിഹ വരും എന്ന് ഞങ്ങൾ അറിയുന്നു. മിശിഹ വരും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ മിശിഹായായിട്ട് ശമരിയക്കാരി കണ്ടു. ഇങ്ങനെ തുടർന്ന് അങ്ങോട്ട് പോയിക്കോ. എല്ലാ അധ്യായത്തിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ പ്രതീക്ഷിത മിശിഹ. ഏറ്റവും കൂടി കുരിശിച്ച് കഴിഞ്ഞിട്ട് പീലാത്തോസ് ആ കുരിശിന്റെ മണ്ടയിൽ എഴുതി വെച്ചു, എല്ലാവരും വായിക്കത്തക്ക പോലെ എഴുതി വെച്ചു. എന്താ? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഈ മഹാപുരോഹിതന്മാർക്ക് ചെന്നേച്ച് പറഞ്ഞു, നീ അത് എഴുതിയത് മാറ്റണം കേട്ടോ. നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയത് നീ ഒന്ന് വായിക്കണം. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്ന് മാറ്റണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എഴുതിയത് എഴുതി. നിങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചാൽ മായുന്ന സത്യമല്ല അത്. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വം. ഇനിയും 4-മതായി, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. 1-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ കൊണ്ട് യഹൂദന്മാർ ചെയ്തിരുന്ന എന്താ? യഹൂദന്മാർ ചെയ്തിരുന്ന തങ്ങളുടെ വീണ്ടെടുപ്പാ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പാണ്. അത് പത്രോസ് പറയുന്നുണ്ട്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോയ വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ അപ്പോ കുഞ്ഞാട് വീണ്ടെടുപ്പ്. ഇനിയും എൻ്റെ മാംസം എൻ്റെ രക്തം, കർത്താവ് പറഞ്ഞു, വീണ്ടെടുപ്പിനായി നൽകുന്നതാ എൻ്റെ മാംസവും എൻ്റെ രക്തവും. ഇനിയും കർത്താവ് ചില ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് പോലും വീണ്ടെടുപ്പിനോട് ബന്ധപ്പെടുത്തിയ. അതൊക്കെ വലിയ ചിന്തകളാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ കർത്താവിനെ കൗണ്ട് വീണാനായി. നമ്മൾ ഈ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും എന്ന് പറയുന്നില്ലേ? കോതമ്പ് മണി നിലത്ത് വീണ് ചത്തു എങ്കിലോ വളരെ ഗുണമുണ്ടാകും. എന്തോ പറഞ്ഞതിൻ്റെ അർത്ഥം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഗോതമ്പ് മണി കർത്താവായ യേശു നിലത്ത് വീണ് ചത്തു. ആ ചത്തതിൻ്റെ ഫലം എന്താണ്? വീണ്ടെടുപ്പാണ്. വലിയ വിളവ് ഉണ്ടായതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഞാനിപ്പോൾ അവിടെ നിർത്തുകയാണ്. ഇതൊക്കെ
ഒട്ടേറെ വിശദീകരണത്തോടുകൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അഞ്ചാമതായി, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ഡിവിനിറ്റി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സുവിശേഷം. യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ്, ക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാനത് ഒന്ന് ലളിതവൽക്കരിച്ച് പറയാൻ ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ ക്ലാസ് യൂട്യൂബിൽ ഇട്ടപ്പോൾ അവിടെ വന്ന് ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചവർ കണ്ടു കാണും. എന്താണെന്നറിയാമോ? ഞാൻ എടുക്കുന്ന ക്ലാസ് പൗലോസിന്റെ സുവിശേഷമാണ്. ഈ പറഞ്ഞയാളിന് പൗലോസിന്റെ സുവിശേഷത്തിൽ വിശ്വാസമില്ല. മനസ്സിലായോ? ഒരു സുവിശേഷ വിഹിത സഭയിലെ ഒരു ചുമതലപ്പെട്ടയാളെന്ന് പറഞ്ഞാൽ സഭയിലെ ഒരിടെ, ഞാൻ ആ വിശേഷണം പറഞ്ഞാൽ അല്പം വിഷമം ഉണ്ടാകും, അതുകൊണ്ട് ആ വിശേഷണം ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ക്രൈസ്തവ ലോകത്ത് ആകെപ്പാടെ കുഴപ്പമുണ്ടാക്കിയത് ഈ പൗലോസ് എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനാണ്. മനസ്സിലായോ? എന്താ കാരണമെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇത്ര ശക്തമായിട്ട് പറഞ്ഞ പുതിയ നിയമത്തിലെ രണ്ട് വ്യക്തികൾ യോഹന്നാനും പിന്നീട് പൗലോസ്ലീഹുമാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ഇനി കുറഞ്ഞ പക്ഷേ യൂട്യൂബിൽ കേൾക്കാൻ വരുമായിരിക്കുമല്ലോ. ഇതിനകത്ത് നന്മ പഠിക്കാനല്ല, ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് കണ്ടെത്താൻ, പിടിക്കാൻ പരീക്ഷന്മാരെ പോലെ വരുമല്ലോ. എൻ്റെ പ്രിയ സുഹൃത്തെ, 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വേദപുസ്തകം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതിനകത്ത് പൗലോസിന്റെ സുവിശേഷമെന്നും പിന്നെ യോഹന്നാന്റെ സുവിശേഷമെന്നും പത്രോസിന്റെ സുവിശേഷമെന്നും ഒന്നും വേർതിരിക്കണ്ട. ഇതിനകത്ത് ഉൽപ്പത്തിയിലെ ആദിയിൽ എന്ന് തുടങ്ങി വെളിപാട് പുസ്തകത്തിൽ ഒടുവിൽ എഴുതിയിരിക്കുന്ന ആമേനുണ്ടല്ലോ, അതിന് വരെ തുല്യ തൂക്കമാണ്, തുല്യ വിലയാണ്, തുല്യ മൂല്യമാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ പറഞ്ഞത് കൊണ്ട് യേശുക്രിസ്തു ദൈവം അല്ലാതെയാകില്ല. പൗലോസ് പറഞ്ഞത് കൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലാതെയാകയില്ല. പൗലോസും യോഹന്നാനും പഴയ നിയമ തിരുവെഴുത്തും പുതിയ നിയമ തിരുവെഴുത്തും എല്ലാം അതിശക്തമായി ലോകത്തോട് പ്രഖ്യാപിക്കുന്ന വലിയ സത്യമാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം. യേശുക്രിസ്തു ദൈവം എന്നതിൽ താണ ഒന്നുമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തിരുവെടുത്ത് ശക്തമായി വെളിപ്പെടുത്തുന്നു എന്ന കാര്യം മറന്നുപോകരുത്. ഞാൻ അതിൻ്റെ മറുവശം പിന്നാലെ പറയാം. അപ്പോൾ ഈ സുവിശേഷത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിസ്തുവിന്റെ ദൈവത്വമാണ് അതിശക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ഡിവിനിറ്റി. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ആറാമതായി, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ഹ്യൂമാനിറ്റി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സുവിശേഷമാണ്
യോഹന്നാൻ എഴുതിയ സുവിശേഷം. ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം വ്യക്തമാക്കുന്ന സുവിശേഷമാണ്. ഞാൻ അതിന് ക്രിസ്തുവിന്റെ മനുഷ്യത്വം ദൈവത്വം പോലെ തന്നെ മനുഷ്യത്വവും വ്യക്തമാക്കുന്ന സുവിശേഷമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, യേശുക്രിസ്തു ജഡമായി എന്നാണ് പറഞ്ഞേക്കുന്നത്. 14-ാം വാക്യം 1 വചനം എന്ത് ചെയ്തു? ജഡമായി. യേശുക്രിസ്തുവിന് ഒരു ജഡ ശരീരം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ഒന്നാമത്തെ തെളിവ് അതാണ്. ദൈവത്തിന് ശരീരമില്ല, സ്ഥൂലമായ ഒരു ശരീരം ഇല്ല. എന്നാൽ വചനം, ദൈവം എന്ത് ചെയ്തു? ജഡമായി തീർന്നു. രണ്ടാമത് 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം വേണേ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരണേ. മനുഷ്യനാണ് ദാഹമുള്ളത്, ദൈവത്തിന് ദാഹമില്ല. ഇനി നോക്കുക, 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, 9:6 യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി. മനുഷ്യത്വത്തിന്റെ തെളിവാണ് തുപ്പി എന്നത്. ഇനി 11-ാം അധ്യായത്തിൽ യേശു കരഞ്ഞു. 11:35 യേശു കണ്ണുനീർ വാർത്തു. ഇനി നോക്കുക, 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, ഉള്ളം കലങ്ങി. യേശുക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങി. ഇനി കുരിശിൽ മരിക്കുന്ന സമയത്ത് പരവേശം കൊണ്ട് നാക്കെല്ലാം ഉണങ്ങിപ്പോയി, നാവെല്ലാം വരണ്ടു. മനുഷ്യത്വത്തിന്റെ തെളിവാ. എന്നിട്ടാ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം, എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തെളിവാണ്. ഇനി 19:34 വായിച്ചാൽ, യോഹന്നാൻ 19:34 രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവത്തിന് രക്തമൊന്നുമില്ല, ദൈവത്തിന് ജഡവുമില്ല, രക്തവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന് ജഡമുണ്ടായിരുന്നു, രക്തമുണ്ടായിരുന്നു. ഒടുവിൽ പടയാളി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇനിയും യേശുക്രിസ്തുവിനെ ഈ സുവിശേഷത്തിൽ വിളിച്ചിരിക്കുന്നതെല്ലാം ദ സൺ ഓഫ് മാൻ എന്നാണ്, മനുഷ്യപുത്രൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചപ്പോൾ യേശു തന്നെ തന്നെ വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. 7-ാമത്, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ദ വേർഡ്, വചനത്തിന്റെ സുവിശേഷം. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, വിശേഷ്യ 14 വരെയുള്ള വാക്യങ്ങൾ, വചനം അതിലാരംഭിക്കുന്നു. വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തുവിനെ വചനം എന്ന് അവതരിപ്പിക്കുന്ന സുവിശേഷമാണ്. 8-ാമതായി, ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 8-ാമതായി, ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ഐ ആംസ്, ഞാനാകുന്നു എന്ന കർത്താവിൻ്റെ പ്രസ്താവനയുടെ സുവിശേഷമാണ്. കർത്താവിൻ്റെ അവകാശ പ്രഖ്യാപനത്തിൻ്റെ സുവിശേഷമാണ്.
മറ്റൊരു സുവിശേഷത്തിലും ഇത്രയും ഞാനാകുന്നു എന്നുള്ള അവകാശ പ്രഖ്യാപനങ്ങളില്ല. നമ്മുടെ കർത്താവിൻ്റെ ഞാനാകുന്നു എന്ന അവകാശ പ്രഖ്യാപനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നിൽ നമ്മൾ ചിന്തിച്ചതാണ്. അത് തന്നെ കർത്താവായ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വ്യക്തമായ തെളിവൂടെയാണ്. ഒൻപതാമത് ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് സയൻസ്. അടയാളങ്ങളുടെ സുവിശേഷമാണ്. അത്ഭുതങ്ങളുടെയല്ല, ശക്തികളുടെയല്ല, പിന്നെ അടയാളങ്ങളുടെ സുവിശേഷം. 8 അടയാളങ്ങൾ നമ്മൾ കണ്ടല്ലോ. 8 അടയാളങ്ങൾ. അവയെല്ലാം യേശു ദൈവപുത്രനെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള അടയാളങ്ങളായിരുന്നു. മാത്രവുമല്ല, അത് കണ്ട് ജനം യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. അതിനുവേണ്ടി ചെയ്ത അടയാളങ്ങളാണ്. 10-ാമതായിട്ട് ജോൺ ഈസ് ദ ഗോസ്പൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള മിക്കവാറും എല്ലാ ഡോക്ട്രിൻസും, എല്ലാ ഉപദേശങ്ങളും, പരിശുദ്ധാത്മ പ്രാപണം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജോലി, വ്യക്തികളോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലി, പിതാവിനോടും പുത്രനോടും ബന്ധപ്പെട്ട് ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി, വചനത്തോടുകൂടെ, കേട്ടോ, അതൊക്കെ വലിയ പഠനമല്ലേ. വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുന്നു? സുവിശേഷം പറയുന്നവരോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് 4 സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായ ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത് യോഹന്നാൻ അപ്പസ്തലനാണ്. ഞാൻ ആ റെഫറൻസസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മ നമുക്ക് പഠനത്തിൽ അത് ചിന്തിക്കാം. വീണ്ടും ജനനം മുതൽ പോവുക. വീണ്ടും ജനിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്ന ആരാ? ആത്മാവിനാലാണ് ജനിക്കുന്നത്. വീണ്ടും ജനനം മുതൽ തേജസ്കരണം വരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്താണ് എന്ന് ഈ 10 പരാമർശങ്ങളിലൂടെ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചാൽ ആ 10 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ചിന്തിച്ച് ഈ സുവിശേഷം പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു വലിയ പഠനം നടത്താനായിട്ട് സാധിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത് ഈ സുവിശേഷത്തിലേക്ക് നമ്മൾക്ക് ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് ഇടയ്ക്ക് കർത്താവിൻ്റെ ദാസൻ ഷൈജൻ ബ്രദർ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ നെഗറ്റീവ്സിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുകയില്ല. ആരെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കമൻ്റ് എവിടെയെങ്കിലും ഇട്ടാൽ ഞാനത് അവഗണിക്കത്തേ ഉള്ളൂ. അത് കാര്യം ഞാൻ ധരിക്കുന്ന ഒരു കാര്യം, എൻ്റെ ക്ലാസ് ഫലിച്ചു എന്ന് ഞാനങ്ങ് വിചാരിക്കും. അവൻ അത്രയും ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ല. അപ്പോൾ അത് ഫലിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഈ പരാമർശങ്ങളൊക്കെ നമ്മൾ അവഗണിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ വില കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ തടസ്സപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മുഖവിലയ്ക്ക്
നമ്മൾ എടുക്കരുത്. ഷൈജൻ ബ്രദറെ എന്നോട് പറഞ്ഞ ഒരു കാര്യം, സാറേ ഈ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ, ഞങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു പുസ്തകമാക്കാൻ വേണ്ടി കൂടെ സാർ എഴുതിക്കോണേ. അങ്ങനെ ആ പുസ്തകമാക്കുന്നെങ്കിൽ അതിന് വേണ്ട ഞങ്ങളുടെ സപ്പോർട്ടും അതിനുണ്ടായിരിക്കും. അതുകൂടെ സാർ ചെയ്യണേ, പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടിയുള്ള സെൽഫ് അഡോറേഷൻ അല്ല ഇത്. ഞാൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം പറഞ്ഞു. ഇങ്ങനെ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തുടർന്നും ഈ ക്ലാസ്സുകളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇനി പ്രകൃതിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ദൈവം അറിയുന്നു സകല കാര്യം. നമ്മൾ കഴിയുന്നത്ര ഒരു ക്ലാസ്സിൽ സംബന്ധിക്കുമ്പോൾ ആദ്യോടന്തം പങ്കെടുക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, സമയം കൂടുതലാണോ എന്ന്, ഇത്രയും സമയം വേണ്ട എന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് ഷൈജൻ ബ്രദറിനോട് പറഞ്ഞാൽ നിങ്ങൾക്കത് അതിനുള്ള ക്രമീകരണം നമ്മൾക്ക് ചെയ്യാം. പഴയ നിലയിൽ തന്നെ നമ്മൾക്ക് തുടരാനായിട്ടൊന്നും ബുദ്ധിമുട്ടില്ല. കാര്യം എനിക്കറിയാം, ഇത്രയും നേരമൊക്കെ വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ ഉപേക്ഷിച്ച് സഹോദരിമാരൊക്കെ വന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ വളരെ ഉത്സാഹത്തോടെ സംബന്ധിക്കുന്ന സഹോദരിമാരുണ്ട്. അവരെയൊക്കെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സുവിശേഷത്തിൻ്റെ പഠനം എത്ര കാലം തുടരാൻ നമുക്ക് സാധിക്കും എന്നറിഞ്ഞുകൂടാ. എനിക്ക് എത്ര ആയുസ്സുണ്ടായിരിക്കും, കർത്താവ് എപ്പോഴാണ് വരുന്നത്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും പഠിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മളിത് പഠിച്ചാൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, ഇന്ന് പകൽ ഞാൻ ധ്യാനിച്ച ഒരു കാര്യമാണ്. വചന പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, പൗലോസ് പറഞ്ഞ ഇന്നവരോട് പഠിച്ചു. പഠിക്കേണ്ടവരോട് പഠിക്കണം. ആരോട് നമ്മൾ പഠിക്കുന്നു, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എൻ്റെ വ്യക്തിപരമായ ആത്മീയ വർധനവരാണ്. രണ്ട്, എൻ്റെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്താൻ വേണ്ടിയാണ്. മൂന്ന്, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. വചനം പഠിക്കേണ്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമാണത്. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ കുറേ ചോദ്യോത്തരങ്ങൾ ഇന്ന് പകൽ ഞാൻ ചിന്തിച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പഠനം നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഈ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വം ഗ്രഹിക്കാനും ആ കാൽക്കൽ വീണ് കർത്താവിനെ ആരാധിക്കാനും. തോമസ് കർത്താവിനെ ആരാധിച്ചതും എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ആ കാൽക്കൽ വീണ് ദൈവത്തെ ആരാധിക്കാനും മുഖാന്തരമായി തീരട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.